നമ്മുടെ കേരളത്തെ നമുക്ക് ഈ മയക്കുമരുന്ന് ലോബിക്കും ഈ മാഫിയയ്ക്കും ഈ സംഘത്തിനും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്തുകൊണ്ടുള്ള ഗൗരവതരമായ നടപടികളുമായി സർക്കാർ പോകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കേരള യുവത്വം ലഹരിയുടെ മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും അക്കാര്യത്തിൽ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു അപകടകരമായ കാര്യത്തെക്കുറിച്ച് എല്ലാവരും സൂചിപ്പിച്ചു. ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഈ സംസ്ഥാനത്തേക്ക് ലഹരി മരുന്നുകളുടെ ഒഴുക്കാണ്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ MDMA-യും LSD സ്റ്റാമ്പും ഉൾപ്പെടെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഉൾപ്പെടെയുള്ള അപകടകരമായ മെറ്റീരിയൽസ് ആണ് കേരളത്തിലേക്ക് വരുന്നത്. പഴയ കഞ്ചാവിന്റെ കാലമൊക്കെ പോയി. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ കഞ്ചാവ് കേരളത്തിൽ ഉപയോഗം കുറവാണെന്ന് ഇവിടെ ആരോ സംസാരിച്ചു. കഞ്ചാവ് കുറയാൻ കാര്യം മറ്റേ കെമിക്കൽ സബ്സ്റ്റൻസ് കൂടിയതാണ്. ഏറ്റവും അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത്. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം കഴിക്കുന്നവർ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നില്ല. അഡിക്ഷൻ വരുന്നവർ ഒരു ഡി അഡിക്ഷൻ സെന്ററിന് വരെ ഭേദമാക്കാൻ പറ്റുന്നില്ല. മരണത്തിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത്. അത്ര അപകടത്തിലാണ് നിൽക്കുന്നത്.